എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഗായത്രി കൃഷ്ണ. അപ്പം നിങ്ങളിൽ പലരും എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. 2 വർഷം മുമ്പ് നമ്മൾ ലോ പോയിൻറ്റ്സ് ഒക്കെ ആളുകളെ പഠിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ കുറേ റെസിപ്പീസ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് കുക്കിംഗ് പഠിച്ചത്, ഞാൻ കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ കറികളിലും ഓരോ വിഭവങ്ങളിലും എനിക്ക് പറയാനുള്ള കഥ എന്താണ് എന്നൊക്കെയുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെയൊരു ചാനൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒറ്റയ്ക്കൊന്നും നമുക്ക് പാചകം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണ്, ഇപ്പം എൻ്റെയൊക്കെ ഒരു ശീലം അനുസരിച്ച് ചെറുപ്പം മുതൽ നമ്മൾ അമ്മയൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം സ്കൂളില്ലാത്ത ദിവസങ്ങളാണെങ്കിലും സ്കൂൾ വിട്ട് വൈകുന്നേരം വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും അമ്മയുടെ കൂടെ അടുക്കളയിൽ ചെന്നിരുന്ന് അടുക്കളയുടെ പാദത്തിലൊക്കെ കയറിയിരുന്ന് അങ്ങനെ സംസാരിച്ച് രസിച്ച് കളിച്ചാണല്ലോ പാചകം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആലോചിച്ചപ്പം നിലവിൽ എൻ്റെ പാചക കലയുടെ എന്താ പറയുക ജീവിച്ചിരിക്കുന്ന തെളിവുകൾ എന്ന് പറയാൻ എനിക്കുള്ളത് എൻ്റെ അനിയന്മാരാണ്. നിലവിൽ ഞാൻ അവന്മാർക്കാണ് എപ്പോഴും പാചകം ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരെല്ലാം അതിഥികളായിട്ട് നമുക്ക് വെൽക്കം ചെയ്യാം. അതാവുമ്പം നിങ്ങൾക്കും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു രസമായിരിക്കും. വളരെ ഹോംലി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പാചകമായിരിക്കും. അപ്പോൾ അവരെല്ലാം നമുക്ക് വെൽക്കം ചെയ്യാം. ചെസ്റ്റ് നമ്പർ 1 2 3 4 പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. ഇതാണ് സൂര്യൻ. ഇവൻ വെറും സൂര്യനല്ല, ഇവനാണ് ജോർജിയൻ സൂര്യൻ, യൂറോപ്പ് സൂര്യൻ. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. പറഞ്ഞു കൊടുക്കേ, നീ എന്ത് ചെയ്യാണ്, നീ ആരാണെന്ന് പറഞ്ഞു കൊടുക്കേ. ഞാൻ ജോർജിയയിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു. എങ്ങനെ ജോർജിയയിൽ എത്തിയെന്ന് പറയണോടാ? ജോർജിയയിൽ അങ്ങ് ചെന്നല്ല, അതൊക്കെ പിന്നെ ഇപ്പൊ പറയണോടാ. എല്ലാം വഴിയെ പറഞ്ഞു തരാം, ഇപ്പൊ ഒന്നും കേൾക്കണ്ട. അല്ല ഇപ്പൊ പറഞ്ഞു ചിലപ്പോ ചെറിയ കരഞ്ഞു പോകും, അതുകൊണ്ട് അത് വേണ്ട. അതെ, ഇനി രണ്ടാമത്തെ ആള്. അതെ, ശ്രീചക്രത്തിൽ ഇവൻ വെറും അഗസ്ത്യനല്ല, ഇവനാണ് ശ്രീചക്രത്തിൽ അഗസ്ത്യൻ. നമ്മൾ എന്ത് വിളിക്കണോ? ഇതാണ് അഗസ്ത്യൻ. നീ എന്ത് ചെയ്യുന്നു? അതെ, ഇനി അടുത്തത് നീ തന്നെ പറഞ്ഞോ. എന്റെ പേര് കൃഷ്ണ. പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലതല്ല, ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പോകും. അപ്പൊ ഞാൻ പറയും, മക്കളെ ജോലി വന്നിട്ടേക്ക് വാ, ആ പണിക്ക് പോവണ്ട, ഇങ്ങ് പോര് എന്ന് പറഞ്ഞിട്ട് ഇവരെ ഓരോ പണിയുടെ ഇടയിൽ നിന്നും വിളിച്ചു വരുത്തലാണ് ചെയ്യുന്നത്. വെറും സ്നേഹത്തിനൊന്നും ആരും ചെയ്യും. വേറെ ഏതെങ്കിലും ചേച്ചിമാരെങ്ങനെ ചെയ്യുമോ? എടാ വീട്ടിൽ വന്ന് നിൽക്കുക, ജോലിക്കൊന്നും പോവണ്ട എന്ന് വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതെ, ഞാൻ പറയും. ഇവരെ കുറിച്ച് ഇത്രയും മതിയോ? ബാക്കി വിശദമായി പിന്നീട് പറയാം. അതെ, ഇനി ഇവനാണ് നേരാങ്ങൾ, അതായത് എന്റെ സ്വന്തം നേരാങ്ങളെയാണ് ഇവൻ. ബാക്കിയെല്ലാം അങ്ങനെ ഞാൻ പറയാം. അതെ, അപ്പൊ ഇനി ഇവനെ കുറിച്ച് പരിചയപ്പെടുത്താം. എന്റെ പേര് അഭിനവ് കൃഷ്ണ. ഞാൻ BSW കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പൊ യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ചില കാര്യങ്ങളാൽ ഇവിടെ തന്നെ ഇപ്പോഴും നിന്ന് പോകുന്നു. ഒരു കാരണവശാലും ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്തില്ല. ഈ കാണുന്ന പോലൊന്നും അല്ല, എല്ലാം വിളച്ചിലുള്ളവന്മാരാണ്. ഇല്ല, ആ കോഴ്സ് എടുക്കുന്നില്ല. അതെ, നമുക്കപ്പൊ അങ്ങനെ പായസത്തിലേക്ക് കടന്നാലോ? അതെ, അപ്പൊ ഇത്ര നമ്മൾ പാചകം പറഞ്ഞു, ഇനി നമ്മൾ പാചകം അട്ടിക്കുന്നില്ലേ. അപ്പൊ നമ്മൾ ഏത് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? സേമിയ പായസം. അപ്പൊ നിങ്ങൾ അത് കണ്ടുപിടിച്ചല്ലേ? അതെ, ഫ്രണ്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതെ, നമ്മൾ ഇന്ന് സേമിയ പായസം. അതെ, സേമിയ പായസമാണ് നമ്മൾ. സേമിയ പായസത്തിന്റെ വില കുറച്ച് കാണരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താന്ന് പറഞ്ഞു കൊടുക്കണം. അത് എന്ന് പറയുമ്പോ അതാണല്ലോ, അങ്ങനെയല്ല. സേമിയ പായസം എന്ന് പറയുമ്പോ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പല ആൾക്കാർക്കും സേമിയ പായസം എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടക്കേടും പുച്ഛമൊക്കെയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പായസമാണോ എന്ന് ചോദിക്കും. അതെ, അതൊരു വലിയ പായസമാണ്, ഇതൊരു നല്ല പായസമാണ്, അല്ലേ? നമുക്ക് പുച്ഛിക്കാൻ പാടില്ല. കണ്ടോ, ഇത്രയും നീളമുള്ള സേമിയ നമ്മൾ ഒടിച്ച് മടക്കി ഉണ്ടാക്കുന്ന പായസമാണ്. അപ്പം അത് എത്ര വലിയ പായസമാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പെട്ടെന്നൊരു പായസം വേണം, എന്തെടുക്കാൻ പറ്റും? സേമിയ പായസം ഉണ്ടാക്കണം. കാരണം കുറച്ച് പാൽ ഒഴിച്ച് ഇത്തിരി പഞ്ചസാര ഇട്ട് ഏലക്ക ഇട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ സേമിയ പായസം ആയി. അതെ, അപ്പൊ ഇനി ഐശ്വര്യമായിട്ട് നമ്മള് നളപാചകം എന്നൊക്കെയാണല്ലോ. അപ്പൊ സാധാരണ എൻ്റെ വീട്ടിൽ അടുപ്പ് കത്തിക്കുന്നത്, ഇതിപ്പോ നമ്മൾ വിറക് വെച്ചിട്ടാണെങ്കിൽ ഇവനാണ് വിറക് വെച്ച് കത്തിക്കുന്നത്.
ഇതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവനെ കൊണ്ട് ഉദ്ഘാടിക്കാം. എന്ത് പറയുന്നു? ഓക്കെ 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 ഓക്കെ. ആ അതെ. അപ്പം ഏതാണ് കത്തിക്കേണ്ടത്? നടുക്കത്തേനെ നടക്കത്ത് തന്നെ കത്തിക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിത് തീ കത്തിക്കാൻ പോവുകയാണ്. അപ്പൊ തുടങ്ങുകയാണ്. ഇങ്ങോട്ട് മാറിയിരിക്കാം. ആയിക്കോട്ടെ. അതെ. അപ്പൊ ഈ പായസം എന്ന് പറയുമ്പോഴേ പായസത്തിന്റെ ഹിസ്റ്ററി അറിയോടാ? ഇല്ല അറിയത്തില്ല. പായസത്തിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് കാര്യമായിട്ട് എനിക്കും അറിയത്തില്ല. എന്നാലും പായസത്തിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര പഴക്കം ചെന്നൊരു ഹിസ്റ്ററി ആണല്ലോ. പഴക്കം ചെന്നൊരു കഥയാണ് പായസത്തിനുള്ളത്. കാരണം പണ്ടൊക്കെ നമ്മൾക്ക് ഒരു പ്ലസന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നടന്നാൽ, നല്ല എന്തെങ്കിലും കാര്യം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആളുകൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? പായസം. മധുരം. മധുരം. അപ്പൊ ഈ മധുരം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രീതിയാണ്. ആ മധുരം ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന സാധനമാണ് പായസം. മനസ്സിലായോ? എനിക്ക് അപ്പോഴേ തോന്നി. അയ്യോ, തോന്നി. ഞാൻ ഇല്ലായിരുന്നു ക്ലാസ്. ഇത് പഠിപ്പിച്ചില്ല. ഏത്? അപ്പൊ നമ്മള് പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളൊരു ഉരുളി എടുത്ത് വെക്കുക അല്ലേ? നീയൊക്കെ പായസം ഉണ്ടാക്കുന്ന എങ്ങനെയാന്നൊക്കെ പഠിച്ചോണം. കാരണം എന്താണ്? നാളെ നിന്നെയൊക്കെ കെട്ടിച്ചു വിട്ട് കഴിയുമ്പോ പെങ്കൊച്ചൊന്നും എന്നോട് പറയരുത് ചേച്ചി അനിയന്മാരെയൊക്കെ എങ്ങനെയാ വളർത്തിയെന്ന്. മനസ്സിലായോ? മനസ്സിലായല്ലോ? എന്നൊന്നും സൊമാറ്റോ ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റുമോ? ആ സ്ഥിതി പറയടാ. പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമ്മള് ഒരു ഉരുളി വെക്കുന്നു. നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് എണ്ണത്തേക്ക് ഒഴിക്കുകയാണേ. ചൂടായി. ഇത് ചൂടായി എങ്ങനെയാ മനസ്സിലാകുന്നത്? കുമ്പള വന്നിട്ട് കുമ്പള പോകൂടാ. കണ്ടോ? അപ്പൊ നമുക്ക് ഇത്രയും നെയ്യുടെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് തന്നെ നമ്മളാണെങ്കിൽ സേമിയയും കൂടി ഫ്രൈ ചെയ്ത് നമുക്ക് കുറച്ച് സിമ്മിലാക്കാം. ഒളിഞ്ഞു നോക്കുമല്ലേടാ? ഒളിഞ്ഞു നോക്കുന്നത് കുറ്റവരോ കേട്ടോ. വക്കില്ല. നമ്മളിപ്പം ആദ്യം എന്തെടുക്കും? കുറച്ച് അതായത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. എനിക്ക് കൊതിയാകും. ഇതിന്റെ ഒരു 1/4 കിലോ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം എന്തിന്? കണ്ണൻ ആദ്യത്തെ ദിവസം തന്നെ അതങ്ങ് പറക്കി അങ്ങ് തിന്നും. കണ്ണൻ അഥവാ കൃഷ്ണ. കണ്ണൻ അത് ഇപ്പൊ നമ്മള് പറഞ്ഞല്ലേ. ഞാൻ കഴിക്കൂല. ഞാൻ ഇച്ചിരി കഴിവ് കുറവാണ്. ഇല്ല. അപ്പൊ നമ്മളങ്ങനെ എന്താ പറയാ, ആദ്യത്തെ ഘട്ടം പായസം ഉണ്ടാക്കുന്നതിന്റെ ആദ്യത്തെ ഘട്ടമായിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്ത് മാറ്റി വെക്കണം. അതായത് മുന്തിരിയും ഉണക്കമുന്തിരിയും കശുവണ്ടിയുമാണ് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കേണ്ടത്. ഇതിപ്പോ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഒരു ബ്രൗൺ കളർ ആയില്ലേ? നമ്മളൊരു ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? മാറ്റി വെക്കും. അത് മാറ്റി വെക്കും. എന്നിട്ട് നമുക്ക് പറക്കില്ല. അതെ. എന്നിട്ട് ആ സേമിയ ഒന്ന് ഒടിച്ചേ മക്കള്. സൂര്യ ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാ അറിയാവോ? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ സൂര്യ. അപ്പൊ നമ്മള് ഇച്ചിരൂടെ ചെറുതാക്കണത്. ഒത്തിരി അങ്ങ് ചെറുതാക്കരുത്, ഒത്തിരി വലുതാക്കരുത്. അതെന്തുകൊണ്ടാ അങ്ങനെ ഒരു സേമിയ? കുറച്ചുകൂടി ചെറുതാക്ക്. സോറി ചെറുക്കൻ ഇത് അറിയത്തില്ല കേട്ടോ. നമ്മൾ കാണിച്ചു കൊടുക്കാൻ ചേട്ടനല്ലേ കാണിച്ചു. ഇടയ്ക്ക് നമ്മള് സേമിയ അല്ല, നമ്മള് ഇതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ബ്രൗൺ കളർ ആവുമ്പോ തന്നെ നമ്മളിങ്ങ് എടുക്കുവാണ്. സേമിയ എന്ന് പറയുമ്പോ ഇതൊക്കെ കരിഞ്ഞില്ലടാ. ഇതിന് ഞാൻ പറ്റും. ഇതിന് ഈ ഒരു കളറും ടെക്സ്ചറും ആണ് വേണ്ടത്. സേമിയ നമ്മൾ അത്യാവശ്യം, അതായത് ഈ വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. സേമിയ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മളത് മറ്റേത് ഫ്രൈ ചെയ്യാം. എന്തുവാണോ ഇവിടെ? അപ്പം നമ്മൾ കുറച്ചും കൂടി ഇച്ചിരി നെയ്യും കൂടി ഒഴിക്കാം. കാരണം നെയ്യ് വളരെ കുറവായിരുന്നു നമ്മൾ ആദ്യം ഒഴിച്ചത്. ചെറിയ കുഞ്ഞ് സ്പൂണാണ്. ചിലർക്ക് നെയ്യ് ഇഷ്ടമല്ല. പായസത്തിൽ നമ്മുടെ കൂടുതലുണ്ട്. അതെ. എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മള് പറ്റിക്കുമല്ല, നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ ബാക്കി ഓയിലായിരിക്കും നമ്മൾ ഫ്രൈ ചെയ്യുന്നത്.
അത് തിന്നരുത്. പൊക്ക് ഇതെടുക്ക്. അത് ഇപ്പുറത്തെ വെച്ചത്. ഏത്? നീ കഴിക്കാനോ? അല്ല ഇപ്പുറത്ത് വെക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? ഇവന്മാരെടുത്ത് തിന്നും. ഇപ്പുറത്ത് വെക്കാൻ പറ്റത്തില്ല, ഇവന്മാരെടുത്ത് തിന്നും. അതെ. അപ്പൊ ഗൈസ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മള് പായസം വെക്കാൻ പോണ്. എല്ലാരും കുറവിട്ടോളൂ. കണ്ടോ, ഇതൊക്കെയാണ് ഇവന്മാരുടെ കലാവിരുദ്ധകൾ. ഗൈസ് നമുക്കറിയത്തില്ല ഗൈസ് ഇത് ഓടിക്കാനൊന്നും. നമുക്ക് ഫ്രൈ ചെയ്യുവാണേ. കൊള്ളല്ലേ? ഇവിടെ വലിയ മതത്തിന്റെ അല്ല ഇത്, ഇവന്മാർ ഈ ഒടിച്ചിട്ടതിന്റെ. അത് ഞാൻ തന്നെ ഒടിച്ചിട്ടാ മതി. ആദ്യമേ ഒരുത്തന്നെ എടുത്ത് ഒടിച്ച് തന്നായിരുന്നു ഒരെണ്ണം. അപ്പൊ അങ്ങനെ നമ്മള് പായസത്തിന്റെ സേമിയ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്രൈ ആവും, കുറച്ച് നമ്മൾ വളരെ സിമ്മിലിട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഈ ബ്രാസിന്റെ ഈ പാത്രങ്ങൾ ഭയങ്കര ചൂട് നിൽക്കുന്നതാ. അതെ. അപ്പൊ നമുക്ക് ഒത്തിരി നമ്മൾ തീ ഇങ്ങനെ കൂട്ടിയിടുവാണെന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിലേയും കൂടി ചൂട് കയറി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളൊരു സിമ്മിലൊക്കെ ഇട്ട് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കുറച്ച് നേരം ഒന്ന് ഇളക്കണമെന്നേ ഉള്ളൂ. ഞാൻ പറയട്ടെ, ഓരോ നാട്ടുകാരും ഉണ്ടാക്കുന്ന പായസത്തിന് ഓരോ രീതിയുണ്ട്. ഇവിടെ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇത്രയും സേമിയൻ്റെ ഇട്ടു, ഇതിനകത്തോട്ട് തന്നെ നമ്മൾ പാലൊഴിക്കുമായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ചില ആളുകൾ അങ്ങനെ ആയിരിക്കത്തില്ല. ചില ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് പാല് തിളപ്പിച്ച് അതിൻ്റെ അകത്ത് ഇടുമായിരിക്കും. അല്ലേ? തീ കൂട്ടണോ ഇതിന്? തീ കൂട്ടണ്ട. ഇത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട്. പൊട്ടിത്തെറിക്കുമല്ല, അത് ഇങ്ങനെ ഇടുമ്പം ഈ സാധനം ഇത് ഞാൻ പറയുന്നില്ല. പായസം ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത കുറെ അവന്മാർ എൻ്റെ കൂടെ. ഞാൻ പറയുന്നില്ലടാ. അതിന് ഇച്ചിരി വലിപ്പം കൂടിപ്പോയി, ഇച്ചിരി അധികം വലിപ്പം കൂടിപ്പോയി. ആ പഠിത്തം വേണ്ട. അല്ല അതിപ്പോ ചെറുതാകുന്നുണ്ട്, ശരിയാകുന്നുണ്ട്. അതെ അല്ലേ? കല്യാണത്തിന് നമുക്ക് ഇപ്പൊ ഇങ്ങനത്തെയാണ് കിട്ടുന്നത്. നമ്മൾ കല്യാണത്തിനൊക്കെ പോവാണെങ്കിൽ ശരി കേട്ടോ. നമ്മൾ കുറച്ച് എന്തോ എടാ ഒത്തിരി നമ്മളൊരു കുറച്ച് ഇപ്പൊ നമ്മൾ വീട്ടിലൊക്കെ പായസം ഉണ്ടാക്കുന്നിരിക്കട്ടെ, നമ്മളിത് കുറച്ചും കൂടി ചെറുതാക്കിയിട്ടായിരിക്കും നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഇടുന്നത്. അതല്ലെങ്കിൽ നമുക്ക് അതെ അവരത് അറിയാമായിരുന്നു. എന്നിട്ടും അവൻ പിന്നെ ഞാൻ ഒരു കല്യാണ വൈബ് പിടിച്ചതാണ്. അത് അത്രേ ഉള്ളൂ. ഒരു കല്യാണം കഴിക്കാനോ പറ്റുന്നില്ല, കല്യാണ പായസം. അതെ, കൂട്ടത്തിൽ കല്യാണത്തിന്റെ ഇത്തിരി അസ്ഥിതയുള്ളത് നീ ഇരിക്കുന്നവരാ. ഇവൻ എന്നോട് പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ പ്രൊഫൈൽ മാട്രിമോണിയിൽ കയറ്റുക, അവനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടണം എന്നുള്ളതാണ് അവൻ്റെ ഒരേ ഒരു ആഗ്രഹം. അങ്ങനെയല്ലടാ, ഇനി വരുന്നവർക്ക് കൂടി ഞാൻ ചിലവർ കൊടുക്കണം അവിടെ. എന്തിന്? അതെ, ആ അത് ശരിയാ. നമ്മളൊന്നും കേട്ട് തളരത്തില്ല. ഇതൊന്നും കേട്ട് തളരരുത്. ഒരു ഡിഎമ്മും ഇല്ല. അവിയേറ്റർ ഇട്ടാ മതി. അവിയേറ്റർ അടിച്ചിട്ടാ അവിയേറ്റർ ഒന്നും ഇല്ല. പഞ്ചാര എടുക്കുന്നു കണ്ണൻ. കൃഷ്ണ ഇനി കണ്ണം പഞ്ചാര എടുത്ത് നിനക്കടി. അപ്പൊ നോക്കൂ, ദേണ്ട നമ്മുടെ സേമിയ ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുകയാണേ. ഈ ഇത്തിരി കൂട്ടിയിട്ടാ ശരിയാകത്തില്ല. ഓൾമോസ്റ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് പാലൊഴിക്കാൻ പോവാണ്. അപ്പൊ പാല് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് ഇങ്ങനെയല്ല സേമിയ പായസം ഉണ്ടാക്കുന്നത്. അവർ പാല് തിളപ്പിച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ആഡ് ചെയ്യുക. അപ്പൊ നമ്മൾ നേരെ തിരിച്ച്. അപ്പൊ അങ്ങനെ നമ്മൾ പാലൊഴിച്ചിരിക്കുകയാണ്. ഈ പാലിൽ കിടന്നിട്ട് ഇത് വേകണം. ഈ പാലിൽ കിടന്ന് ഇത് വേകണം. അപ്പം നമ്മൾ അരികിലുള്ള സേമിയ എല്ലാം എടുത്ത് പാലിൽ ഇങ്ങനെ മുക്കിയിടണം. ഇതിപ്പോ എങ്ങനെയാണെന്ന് ഇച്ചിരി പാലുണ്ട്. ഇത് ഒരു ഘട്ടം വേകും, അത് നമുക്ക് മനസ്സിലാവും. ആ ഒരു ഘട്ടം വേകുന്ന സമയത്താണ് നമ്മൾ അടുത്ത പാലൊഴിക്കുന്നത്. എടാ പാലൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവന്റെ. അതെ, അഗസ്റ്റിൻ ഒരു സംശയരോഗിയ. എനിക്ക് കഥയൊന്നും ഇല്ലെന്ന്. സൂര്യൻ എങ്ങനെ ജോർജിയയിൽ പോയി എന്നുള്ളത് നിങ്ങൾ അറിയണം. യൂറോപ്പിൽ ഇത്രയും കൺട്രീസ് ഉണ്ടായിരുന്നു. അതെ, ജോർജിയ എന്തുകൊണ്ട് കൺട്രി സെലക്ട് ചെയ്തു? ഞാൻ ചുമ്മാ പോയതാ, സ്ഥലമൊക്കെ കണ്ടിട്ട് വരാലോ. പല കാരണങ്ങളും ഉണ്ട് അതിന്റെ പിന്നിൽ. പുറത്ത് പറയാൻ
10 പറയണോ? ഒരു മടിയില്ല നമ്മള് അതെ, ആർക്കും മടിയില്ല. ഞങ്ങൾക്ക് ആർക്കും മടിയില്ല. ഞാൻ അതുകൊണ്ടൊന്നല്ല അങ്ങോട്ട് പോയത്. പിന്നെ ഏതുകൊണ്ടാണ്? എടാ അതിന് നമ്മളൊന്നും പറഞ്ഞില്ലല്ലോടാ ഇവൻ ഏത് കൊണ്ടാ പോയെന്ന്. പിന്നെ വിഷമിക്കുന്നൊക്കെ പറഞ്ഞേ. ഇല്ല ഉദ്ദേശിച്ചത് നീ എന്ത് റീസൺ ഉദ്ദേശിച്ച ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഈ ബ്രാസ് പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചട്ടുകമോ അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ തവിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മളൊരിക്കലും ഈ ഉരുളിക്കകത്ത് ഇട്ട് വെക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചിലപ്പോൾ ഓർക്കത്തില്ലായിരിക്കും. ചെറുപ്പക്കാരോടാണ് പറയുന്നത്, പ്രായമായിട്ടുള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യമായിരിക്കും. നമ്മളിത് ഇങ്ങനെ ഇട്ട് വെക്കുമ്പോഴത്തേക്ക് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഉരുളിയുടെ വക്കിൽ കൊണ്ടുവന്നിട്ട് ഇതിന് ഭയങ്കര ചൂടായിരിക്കും പിന്നെ എടുക്കുമ്പോൾ. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് ഒരുപാട് മാറ്റി നേരം ചൂട് നിൽക്കും ഇതിൻ്റെ അകത്ത്. അതെ, അപ്പം അത് പാടില്ല. അപ്പൊ പറഞ്ഞു വന്നത് വിശേഷം അതെ പറയടാ. ജോർജിയ വിശേഷമൊന്നുമില്ല ഗൈസ്. കേക്കട്ടാ ജോർജിയയിൽ നല്ല നല്ല വിശേഷങ്ങളാണ്. സൂര്യ നീ അങ്ങ് പറയടാ, കേക്കട്ടെ. എന്ത് പറയാ? എങ്ങനെ നീ ജോർജിയയിൽ ജോർജിയയിൽ എത്തിയതാ. ജോർജിയയിൽ എന്തത്തെ എങ്ങനെ എത്താനാ? നീ എങ്ങനെ എത്തിയത്? ഞാൻ അറിയാതൊരു പെണ്ണിനെ കോണ്ടാക്ട് ചെയ്ത്. അറിയാതോടാ? അറിയാവുന്ന ഒരു പെണ്ണിനെ. അതെ, സത്യം പറഞ്ഞിട്ടില്ല, ഈ വീഡിയോ നിങ്ങൾ എന്തുകൊണ്ട് കാണണം എന്നുള്ളതിന് വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് പറ്റുന്ന പല അബദ്ധങ്ങളും ഇതിനകത്തുണ്ട്. സത്യം. അപ്പൊ നിങ്ങൾ വിചാരിക്കും വീട്ടിലൊരു വക്കീലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അബദ്ധങ്ങളൊന്നും പറ്റത്തില്ല. പക്ഷെ അല്ല, ഇവന്മാർ ഭയങ്കര ബുദ്ധിമാന്മാരാ. വീട്ടിലൊന്നും പറയാതെ, ചേച്ചിയോട് ഒന്നും പറയാതെ കാര്യങ്ങളൊക്കെ അതിബുദ്ധി എല്ലാ അവന്മാരും കണക്കാ. എല്ലാ അവന്മാരും ഉണ്ട്. കണ്ണനും കണക്കാ. അതെ, ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ല, ഇത് പാലുള്ളത് കൊണ്ട് അങ്ങനെ അടി പിടിക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കേട്ടോ ഒരു കാര്യം അംഗീകരിച്ചു. അംഗീകരിക്കാം. ശരിയാ, അല്ലെങ്കിൽ അടി പിടിക്കും. ശരിയാ. ഇപ്പൊ പാല് തിളച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുവാണേ. കശുവണ്ടി ചോദിക്കുന്നു അവിടുന്ന്. കശുവണ്ടി ഒന്നും ഇല്ല ഇനി. എടുത്തഴി ഞാൻ കായ് കിട്ടിയാൽ തരും. കശുവണ്ടിക്കൊക്കെ ഭയങ്കര റേറ്റ് ആണ്. ഇതിപ്പോ നമ്മള് 3 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഒന്നുകൂടെ ഇടാം. ഒന്നുകൂടി ഇടാം. ഈ കശുവണ്ടി എടുത്ത് ഞാനേ ഇല്ല, ഞാൻ ഇവിടെ ഇങ്ങ് വെക്കുക. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ അവസാനം കുഴപ്പമില്ല. അതെ, അവസാനം പായസം ഉണ്ടാക്കി വരുമ്പോ കശുവണ്ടി മാത്രം കാണത്തില്ല. എന്ന് ചോദിക്കുമ്പോ ചേച്ചി എന്ന് പറയും. അപ്പം നമ്മൾ കുറച്ചും കൂടി പാല് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പം അത് വീണ്ടും ഒന്ന് വേവുന്ന പരുവത്തിനാവുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടി പാൽ ഒഴിക്കും. കാരണം അപ്പോൾ ആദ്യം നമ്മൾ ഒഴിച്ച പാല് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് കുറുകി ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ അടുത്ത പാലൊഴിക്കുന്നത്. അപ്പം അത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഇങ്ങനെ തുള്ളിയായിട്ട് വീഴുന്നത് കാണത്തില്ലേ? അത് കുറുകുമ്പോൾ കുറച്ച് തിക്കാവും. അതായത് ഇപ്പം നമ്മളിങ്ങനെ പാലിങ്ങനെ ഒഴിക്കുമ്പം അത് കറക്റ്റ് പരുവാവാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് താഴെ വീഴും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പരുവം ആകുന്ന സമയത്ത് ഈ കുറുകി വളരെ പതുക്കെ ആയിരിക്കും താഴേക്ക് വരുന്നത്. ഈ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം കുറച്ചും കൂടി ഈസി ആകാൻ വേണ്ടിയാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നത്. മധുരമാണെങ്കിലും ശരി, കുറച്ചും കൂടി ഒന്ന് കുറുകാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നത്. നമ്മളത് തിളയ്ക്കാനുള്ളൊരു മറ്റേ സിനിമയ്ക്കകത്ത് വിജയ് നോക്കുന്നവരെ ഇതിപ്പം കുറച്ചും കൂടി ഇങ്ങനെ തിക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത് പറയണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഭയങ്കര സിമ്പിളായിട്ടൊക്കെ, പക്ഷെ വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാരെല്ലാം കുറച്ചും കൂടി സീരിയസ് ഒക്കെ ആയിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അവരൊക്കെ മണിക്കൂറുകൾ എടുത്താണ് പായസം ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓണമൊക്കെ വരുമ്പോഴേ ഞാൻ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ സദ്യയും കഴിച്ചൊരു ഉറക്കം കഴിഞ്ഞാലും പായസം ഉണ്ടാക്കി തരത്തില്ല. അപ്പോഴും നമ്മളിങ്ങനെ കേൾക്കും ഇങ്ങനെ ഇളക്കുന്ന ഒരു ശബ്ദം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പോരെ? ശരിക്കും പറഞ്ഞാലേ ഈ ഓണക്കാലവും അല്ലെങ്കിൽ വിഷു ഒക്കെ ആകുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നല്ല സദ്യ കഴിക്കും. നമ്മൾ എല്ലാ കറികളും കൂട്ടി സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവസാനമാണല്ലോ പായസം വരുന്നത്. ചിലപ്പോൾ അത് അടപ്രഥമനാകും, ചിലപ്പോൾ അത് സേമിയാകും, പരിപ്പ് പായസമാകും, പാലടപ്രഥമനാകും, കടലപ്രഥമനാകും. അങ്ങനെ നിരയായിട്ട് പായസങ്ങൾ ഇങ്ങനെ ഉണ്ടല്ലോ. എന്നിട്ട് ഇതിലേതെങ്കിലുമൊക്കെ പായസം അങ്ങോട്ട് എടുത്തിട്ട് അതിനകത്തേക്ക്
ഒരു പപ്പടം, പിന്നെ ഒരു കുഞ്ഞി പൂവമ്പഴം, അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഓ എന്താ ടേസ്റ്റ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഈ പായസം സദ്യയൊക്കെ കഴിച്ചതിന് കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ അന്ന് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന ഉറക്കമാണ്. അതെ, സദ്യ വെച്ചില്ലേലും 2 ഗ്ലാസ് പായസം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിക്ക. ആ അതല്ലെങ്കിലും നമ്മൾ ഈ സദ്യ കഴിച്ച് പായസമൊക്കെ കുടിച്ചതിന് ശേഷം കിടന്നുറങ്ങുന്ന ഒരു ഉറക്കം ഉണ്ടല്ലോ, ഇത് വല്ലാത്ത സംതൃപ്തി തരുന്ന, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമാധാനം വാഗ്ദാനം ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ? എന്താ മുണ്ടൂരി പോയോടാ? ഇവന് മുണ്ടെടുക്കാൻ അറിയത്തില്ലായിരുന്നു. ഇവന് മുണ്ടെടുക്കാൻ വലിയ പ്രയാസമായിരുന്നു. അതെ, മുണ്ടെടുക്കാൻ അറിയാത്ത വേറെ ശ്രീചക്രത്തിൽ അഗസ്ത്യ ഫുഡെടുത്തിട്ട് നാളുകളായി, കൊറേ വർഷമായി. കുഞ്ഞിലെ ഒരു കഥ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ കൊടുക്കാറ്. അതായത് ഞാൻ പറയാം, അഗസ്ത്യന്റെ ഒരു കഥയുണ്ട്. പറയണോടാ? അവൻ പറയണ്ടതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേ നമ്മളെങ്ങനെ പറയാനാ? അല്ലടാ, നമ്മൾ ഒരാളെയും രഹസ്യമല്ലടാ. അടാ, ആ കഥ മൊത്തം എനിക്ക് അറിയത്തില്ലടാ. ആയതാണ് കിട്ടതാ. നീ എത്ര പഠിക്കുമ്പോഴാ? എന്താ സംഭവം എന്ന് പറഞ്ഞു കൊടുക്കടാ. സൂര്യൻ പറയൂ. സൈക്കിൾ വെട്ടി പോന്നു. രാവിലെ തിരുവോണത്തിന് മുണ്ടെടുത്തു, മുണ്ടില്ല. വീട്ടിൽ കിടക്കുന്നത് മുണ്ട് കാണുമ്പോ പേടിയാണ്. ഞാൻ പറയട്ടെ, ശരിക്കും പറയല്ലേ, നമ്മൾ ഇത്ര ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ ആരും വിചാരിക്കാൻ പാടില്ല. എത്രയോ മനുഷ്യർക്ക് ജീവിതത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നതായിട്ട് സ്വന്തം കല്യാണത്തിന് വരെ മുൻപോയി പോകുന്ന ആളുകളുണ്ടല്ലോടാ. അതുകൊണ്ട് നമുക്ക് അതൊന്നും നമ്മൾ തമാശയായിട്ട് ഇങ്ങനെ പറഞ്ഞ് ചിരിക്കാം, പക്ഷെ സിറ്റുവേഷൻ വരുമ്പോഴേ അതിന്റെ ഒരു പ്രയാസം മനസ്സിലാവത്തുള്ളൂ. സൈക്കിൾ വിട്ട് ഓടി ഓട്ടത്തിന് പോട്ടാ, ഇവന്മാരങ്ങനെ പലതും പറയും. അതെ, ശരിക്കും പറഞ്ഞാൽ നമ്മള് നിങ്ങൾ വിചാരിക്കുകയോ എല്ലാ അവന്മാരും എല്ലാവരെയും ട്രോൾ പോകും. നമ്മള് ഒരു വീട്ടില് കുറേ സിബ്ലിങ്സ് ഒക്കെ ഇങ്ങനെ കൂടുന്ന സമയത്ത് ഒരാള് എപ്പോഴും എയറിലായിരിക്കും. ഇവിടെ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ എപ്പോഴും എയറിലായിരിക്കും എന്നുള്ള പോയിന്റ് അങ്ങനെയല്ല. നമുക്കൊരു 5 മിനിറ്റ് ഗ്യാപ്പ് മാത്രമേ ഒരാൾക്ക് കിട്ടാറുള്ളൂ. ഇപ്പൊ അഗസ്ത്യൻ എയറിലാണെങ്കിൽ അടുത്ത സമയത്ത് സൂര്യൻ എയറിലാ. അതെ അതെ. അയ്യോ, അപ്പം ഇത് ഓൾമോസ്റ്റ് നമുക്ക് അടുത്ത പാലൊഴിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായി. അപ്പം നമ്മൾ അടുത്ത സെറ്റ് പാലൊഴിക്കാൻ പോവാണ്. എടാ, ചിലരിതെല്ലാം കൂടി ഒറ്റ ട്രിപ്പിന് ഒഴിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഘട്ടമായിട്ടാണ് പാലൊഴിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 3ാമത്തെ വട്ടം പാലൊഴിക്കാൻ പോവാണ്. കൈ വിറയ്ക്കുന്നില്ലടാ. അത് കുഴപ്പമില്ല. നമ്മള് കുറച്ച് മധുരം കൂടി ആഡ് ചെയ്യാണ്. 2 സ്പൂൺ ഇട്. അത്രക്കങ്ങ് പഞ്ചസാര വേണ്ട. കാരണം എന്താ, നീയൊക്കെ അല്ലേലും പഞ്ചാരകളാ. നീ നിന്റെ കാര്യം പറഞ്ഞ പോലെ അടുത്ത എപ്പിസോഡ് മുതൽ ഇവന്മാര് കട്ട. അപ്പൊ നമ്മള് മധുരം ഉണ്ടോ നോക്കിയേ. മധുരം ആവശ്യത്തിന് കാണും. ഇനി മധുരം ഉണ്ടോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇച്ചിരി ഊതുക. നീ നോക്കിക്കേ, ഇത് കറക്റ്റ് മധുരം ആകാനാണ് സാധ്യത ഉള്ളത്. അപ്പൊ ആളുകൾ ചോദിക്കാതെ എങ്ങനെയാണെന്നുള്ളത്.
മധുരമുണ്ട്, ലേശം കൂടെ ആവാം. ലേശം കൂടെ ആകാം. ഈ ലേശം കൂടെ ആകാമെന്ന് പറയുന്നത് എങ്ങനെ ലേശം കൂടെ ആകാമെന്ന്? ലേശം കൂടെ ആകാവുന്നു. അതെ, കുറച്ചുകൂടെ ആകാമല്ലോ. എടാ, 1 സ്പൂൺ വേണോ 2 സ്പൂൺ? 2 സ്പൂൺ. ഞാൻ ചെയ്യാൻ പറ്റും, അത് ഞാൻ വിശ്വസിക്കത്തില്ല. കാര്യം എന്താണെന്നറിയോ? എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അല്ല, അത് ഒരു വിശ്വാസമില്ല ചേച്ചി, പണ്ടേ ഉള്ളതാണ്. കുറുകുമ്പോൾ അത് മധുരം പിന്നെയും കുറയും. പായസത്തിന്റെ കളറും മാറി വരുന്നത് കണ്ടോ? മുമ്പേ നമ്മൾ പാലൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഭയങ്കര പ്യുവർ വൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊരു ക്രീമി ടെക്സ്ചറിലോട്ട് വരും. എവിടെയോ എന്തോ ഒരു തകരാറ്. ഞാൻ പറയട്ടെ, ആ, ഇത് എന്റെ പരുവത്തിന് ഇത് മധുരം correct ആണ്. ഓക്കെയാണ്. പക്ഷെ ഇവന്മാർക്ക് കുറച്ച് പഞ്ചസാര കൂടുതൽ വേണ്ട അവന്മാര്. പിള്ളേരല്ലേ അതന്നെ അതെ, പെട്ടെന്ന് ഷുഗർ ആയിരുന്നു കാര്യം. പിള്ളേരല്ലേ നമ്മളൊരു 1.5 സ്പൂണും കൂടി ഇടുന്നുണ്ട് കേട്ടോ. മതി. മാറ്റി. ആ, ഓണായിട്ട് 2 ലോ പോയിന്റ് ഒക്കെ പറയാം. ഓണമായിട്ട് ലോ പോയിന്റ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞു കൊടുക്ക്. എന്തുവാ ഓണമായിട്ട് എന്താണ് ലോ പോയിന്റ് വേണ്ടത്? ഓണവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ലോ പോയിന്റ് ആണ് പറയാനുള്ളത്? ഇവന്റെ ഡൗട്ട് നിന്റെ ഡൗട്ട് എന്താ? എന്താണ്? ഓണമായിട്ട് ഇവിടെ മുറിയില്ലേ? കുപ്പിയില്ല. നീ എന്ത് കുപ്പി ഉദ്ദേശിച്ചത്? എടാ, എന്റെ കുപ്പിയൊക്കെ അറിയാതെ അവിടുന്ന് ഒരു കുപ്പി ആ വെള്ളം പെടുന്ന കൊടുത്തേവന്മാർക്ക്. ഇത്ര ചേട്ടന്മാരോടെ നിൽക്കുമ്പോ അത് തലമൂത്തവര് നിൽക്കുമ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എവിടെ നിന്നാണ് എനിക്ക് ധൈര്യം ഉള്ളത്? എവിടെ നിന്നാണ് നീ അവനും കൂടി വെറും ഭക്ഷണങ്ങളാ. ജോർജിയക്കാരൻ കുപ്പിയുടെ കാര്യമേ ചോദിച്ചില്ല. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ പോയിന്റ് വേണമെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് പറയാം. എന്താ കാര്യം എന്നറിയാവടാ, നമ്മൾ ഈ ചില ആൾക്കാരെ ഈ കള്ളൊക്കെ കുടിച്ചിട്ട് ഓണ സമയമൊക്കെ ആകുമ്പോൾ 2 പേഗൊക്കെ അടിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പുറത്തുനിന്നുള്ള റിലേറ്റീവ്സ് ഒക്കെ കൂടി എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ ഇതൊക്കെ കുടിച്ച് വീഡിയോ ഒക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പബ്ലിക്കലി പോസ്റ്റ് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതൊരു പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസാണ്. എങ്ങനെ പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യുന്നോ? ആ, പബ്ലിക്കലി പോസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ വീട്ടിൽ ഇരുന്നാണ് കുടിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും നിയമപരമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കള്ള് കുടിക്കുന്നത് എന്തിനാണ്, നാട്ടുകാരെ കാണിക്കുന്നത് എന്തിനാണ്? അപ്പം നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കേരള അബ്കാരി ആക്ട് പ്രകാരം അത് പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്. നിങ്ങൾ മദ്യം കുടിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതായിരിക്കും നിങ്ങൾക്ക് മേൽ വരുന്ന. അതെ, മിസ്ലീഡിങ് എന്നല്ല, നമ്മൾ കള്ളു കുടിക്കുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതായിരിക്കും ആ കുറ്റം. അതുകൊണ്ട് ആ, പക്ഷെ കുപ്പി വേണമെന്നൊക്കെ പറഞ്ഞതിനോടെ നിപ്പുണ്ട്. അത് വേറെ യൂണിവേഴ്സ്. അതെ, പായസം കുടിക്കുമ്പോ തന്നെ അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന പായസം കുടിക്കുമ്പോ തന്നെ മത്തടിച്ച് കളക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ചിലര് ഈ എന്താ പറയാ ഏലക്കൊക്കെ ആദ്യമേ അങ്ങ് പൊടിച്ച് ചേർക്കാറുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേൽ അവസാന ഘട്ടത്തിൽ മാത്രമാണ് ഏലക്കൊക്കെ ആഡ് ചെയ്യുന്നത്. കാരണം ഏലക്കൊക്കെ ഒരു മണമുണ്ട്. ആ മണം നമ്മൾ മിസ്സാക്കാതെ വേണം ഉപയോഗിക്കാൻ. അപ്പം അതിന് നമ്മൾ ആദ്യം മുതലിട്ട് ഇങ്ങനെ വേവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ മണവും ഗുണമൊന്നും കിട്ടത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം, പല അഭിപ്രായങ്ങളുണ്ടാകാം. പക്ഷെ ഞാൻ പായസമൊക്കെ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന ആളാണ്. നന്നായോ? നീ ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ലല്ലോ. നമുക്ക് കഴിക്കാമല്ലോ. ആ, അത് ശരി, അതും കൂടി ഇവന്മാർക്ക് കഴിക്കാമെന്നുള്ള. അത് നമ്മൾ ഈ പണ്ട് കുറച്ചും കൂടി ചെറുപ്പമായിരിക്കുമ്പോഴേ ഈ സിബ്ലിങ്സ് തമ്മിൽ അടി ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ആണല്ലോ. അല്ലെ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് വലുത് എനിക്ക് ഞാൻ എടുത്തു, ചെറുത് നീ എടുത്തു. അതെ, പണ്ടൊക്കെ നമ്മളിങ്ങനെ മറ്റേ സ്കെയില് വെച്ച് അളക്കുമല്ലോ. അതെ, മീൻ വറുത്തത്, മത്തിയൊക്കെ ആണെങ്കില് മത്തി, കിളിമീൻ, അയല, തല. അതെ, ഈ പണ്ടേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ 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 ഇത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർ ഇത് അങ്ങനെ തന്നെയാണോ എന്ന് പറയണേ. നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് വീട്ടില് മീനിന്റെ വാലിന് ഭയങ്കര അടി ഉണ്ടാക്കുമായിരുന്നു. നടുക്കഷ്ണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടുക്കഷ്ണത്തിന് പിന്നെ അടി ഉണ്ടാക്കത്തില്ല. കാരണം നടുക്കഷ്ണത്തിലാണ് കൂടുതൽ സാധനങ്ങൾ ഉള്ളത്, പീസ് കൂടുതലുള്ളതും തിക്കായിട്ടിരിക്കുന്നതും നടുക്കഷ്ണമാണെങ്കിൽ പോലും എല്ലാവർക്കും വാല് മതി. വീട്ടിലൊരു 5 മീനായിരിക്കും വാങ്ങിക്കുന്നിരിക്കട്ടെ, അയല 10 വാലിനടിയ എങ്ങനെ കൊടുക്കും? ഞാൻ ഇവനൊക്കെ
ഇഷ്ടം പോലെ അടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇഷ്ടം പോലെ. അടിയെന്ന് പറഞ്ഞാൽ ചാടി ഇടിയ. അടിയെന്ന് പറഞ്ഞാൽ മറ്റേ റെസ്ലിംഗ്. പണ്ടൊക്കെ അടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോടാ? വായി വെച്ച വറുത്തപ്പോ ഊരി എടുക്കും. ഇവിടെ തടി. അങ്ങനല്ല, പണ്ട് ഇവനും ഞാനും തമ്മിൽ പണ്ട് അടി ഉണ്ടാക്കുമ്പോ എങ്ങനെയാണെന്ന് അറിയോ? ചേച്ചി ഇങ്ങ് താഴെ വീഴും. അല്ല ചേച്ചിയല്ല, ഇവൻ അങ്ങ് താഴെ വീഴും. വഴക്കുണ്ടാക്കിക്കൊണ്ട് കഴിക്കുമ്പോ ഇവനങ്ങ് താഴെ അങ്ങ് കിടക്കും. താഴെ കിടന്നിട്ട് പിന്നെ അങ്ങ് ഭയങ്കര അഭിനയമാണ് ഇല്ലയോടാ. പിന്നെ കരച്ചിലായി പിഴിച്ചിലായി. പിന്നെ കരച്ചിലായി പിഴിച്ചിലായി. എന്നിട്ട് അത് കണ്ടോണ്ട് പോട്ട മോനെന്നല്ല പറയുന്നത്, അവിടെ നിന്ന് അടിച്ചെടുപ്പിക്കും, വലിച്ചെടുത്തോണ്ട് പോകും. അതെ, സിബ്ലിങ്സ് എല്ലാം പണ്ട് റെസ്ലിംഗ് ആണല്ലോ. നമ്മളില്ല മറ്റേ ഇല്ല WWE ഒക്കെ കണ്ടാണല്ലോ നമ്മൾ വളരുന്നത്. ഈ സ്കൂളിൽ നിന്ന് വന്ന് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ 6 മണിക്ക് 8 മണിക്ക് 10 മണിക്ക് പിന്നെ വെളുപ്പാങ്കാലത്തൊക്കെ അങ്ങ് ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഷോ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലോ. നമ്മളിങ്ങനെ പായസം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ കിട്ടണം, അതിങ്ങനെ കുറുകി കിട്ടും. അതങ്ങോട്ട് കഴിക്കണം. ഇതിപ്പം ഒരുവിധം നമ്മൾ പറയുന്ന പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി കുറുകണം. നമ്മൾ ഒത്തിരി തീ അങ്ങനെ കൂട്ടി വെക്കാനൊന്നും പാടില്ല. ഒരു പരുവം തീയിലൊക്കെ ഇട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഇതിപ്പം മധുരം ഓൾമോസ്റ്റ് ശരിയാണ്, കറക്റ്റ് ആയിട്ടുള്ളതാണ്. നമ്മളൊരു 6 സ്പൂൺ പഞ്ചസാരയാണ് മൊത്തം ഇട്ടിരിക്കുന്നത്. ചില ആൾക്കാരെ ഭയങ്കര പഞ്ചസാര, മധുരം, പായസം, കേക്കൊക്കെ ഇഷ്ടമുള്ളവരാണ്. ചില ആൾക്കാർ നേരെ ഓപ്പോസിറ്റാണ്, എരിവും പുളിയും ഉപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ഞാൻ രണ്ടാമത്തെ കാറ്റഗറിയാണ്. ഞാനും എരിവും പുളിയും ഉപ്പും എനിക്ക് ഇഷ്ടം. ഓ യെസ് 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 യെസ്. നമ്മൾ പായസം വെക്കുക, എന്നാലും ഈ മീൻകറി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ അങ്ങ് പോകും. എന്റെ ശ്രദ്ധ പോകും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരത്തിലൊന്നാണ് ചോറും മീൻകറിയും. ഞാൻ പറയാം, ചോറും മീൻകറിയും ഒരു മീൻ വറുത്ത കഷ്ണവും ക്യാബേജ് തോരനും ഇച്ചിരി മോരും ഉണ്ടെങ്കിൽ വേറൊന്നും എനിക്ക് വേണ്ട. പായസം ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നുണ്ട്. നോക്കിക്കേ, ആ ടെക്സ്ചർ അതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പൊ ഭയങ്കര പതുക്കെയല്ലേ അത് വീഴുന്നത്. ബ്യൂട്ടിഫുൾ. അതൊക്കെ ഞങ്ങളുടെ മമ്മിയൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അതൊക്കെ നമ്മൾ അതുകൊണ്ട് കോപ്പി അടിച്ച് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ അമ്മമാരുടെ പാചകങ്ങളൊക്കെ ആണല്ലോ മക്കള് ഫോളോ അപ്പ് ചെയ്യുന്നത്. ചില റെസിപ്പീസ്, ചില മണങ്ങൾ, ഗുണങ്ങളെല്ലാം അല്ലേ? അതെ. അല്ലേടാ? ആണെങ്കിൽ ആ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ശരി, അപ്പൊ അങ്ങനെ പായസം ആയിരിക്കുകയാണ്. അപ്പൊ നമ്മളിനി പായസമായതിന്റെ സന്തോഷത്തിൽ ഇവന്മാരെല്ലാം കൂട്ടി പാട്ട് പാടും. സിനിമപ്പാട്ടല്ലേ ഇത്? കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുരവ വേണം ഓദിത്തിത്താരാദിത്തിത്തേതോ ഓദിത്തിത്താരാദിത്തിത്തേതോ ഹീറോ അല്ല. അപ്പൊ അങ്ങനെ പായസം റെഡി ആയിരിക്കുകയാണ്. റെഡി ആയിരിക്കുന്ന ഈ അവസാന ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഏലക്ക ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്, അത് നമ്മൾ അങ്ങോട്ട് ഇടുവാണ്. ഇനി ഒരു മണം വരും. അതെന്തുവാണ് അങ്ങനെ ഒരു വാവും? കുരുമുളകല്ലടാ, നമ്മൾ നന്നായിട്ട് അത് ചതച്ചെടുത്തിട്ടുണ്ട്. അതെ, ഇവന്മാര് ചതച്ചത് കാരണം ഇവന്മാര് പറയും നന്നായിട്ട് ചതഞ്ഞത്. അതെ, ഇവന്മാര് ഈ ഏലക്ക ചതച്ചു എന്നുള്ളതിന്റെ ഒറ്റ കാരണത്താൽ ഈ പായസം നന്നാവുന്നതാണ്. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളിവിടെ അടുത്ത് നിൽക്കുന്നോണ്ടാണ് പായസം അടിപൊളിയാണ്. അതെ, ഒറ്റയ്ക്ക് സ്നേഹം ഇല്ലാത്തുള്ള പായസത്തിന്റെ ടേസ്റ്റ് വരുന്നത്. അത് ശരിയാടാ മക്കളെ. അടുക്കും തോറും എല്ലാ ചേച്ചിമാരും ഈ സാഹചര്യത്തിൽ കൂടെ, ഈ ഘട്ടത്തിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ളവരാണോ എന്ന് പറയണം. നമ്മൾ കുക്ക് ചെയ്യുമ്പം കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന അനിയന്മാര്. പക്ഷേ ഇവന്മാരെ ഞാനത് അനുവദിക്കത്തില്ല. ഇന്ന് ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ടാണ്. കാര്യം എന്താണെന്നറിയാവോ? അല്ലെങ്കിൽ ഇവന്മാരെയൊക്കെ നാളെ കെട്ടിച്ചു വിടുമ്പോ പെങ്കൊച്ചുങ്ങൾ ചോദിക്കത്തില്ലോടാ? ചോദിക്കത്തില്ലോടാ? തീർച്ചയായിട്ടും ചോദിക്കും. ചേച്ചി ഇവന്മാരെയൊക്കെ ഇങ്ങനെയാണോ വളർത്തിയതെന്ന്? ഞാൻ അങ്ങനെ ഒരു അവസരം എനിക്കറിയാം. അപ്പൊ നമ്മളങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഗാർണിഷിങ് പരിപാടിയിലേക്ക് കടക്കുകയാണ്. തീർക്കല്ലേ എന്നൊക്കെ ഇവൻ അടുത്ത് നിന്ന് പറയും, പക്ഷെ ഞാൻ തീർക്കും. അപ്പം അങ്ങനെ നമ്മൾ പായസം ടേസ്റ്റ് ചെയ്യുന്ന സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും ചെറുത് വേണ്ടടാ, ഏറ്റവും ചെറിയ ആൾക്ക് വെച്ച് വേണം നമ്മൾ കൊടുക്കാൻ.
രസമുണ്ട്. പേടിച്ച് രസമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മള് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ അടുത്തത് അടിപൊളി. അടിപൊളി. സത്യമൊക്കെ പറഞ്ഞാൽ ഇതാണ് കറക്റ്റ്. കൊള്ളാം 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 ചൂടാ എന്താ കൊള്ളാം കൊള്ളാം. മധുരം ഇച്ചിരി കുറവാണെന്നേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നും. അതിന് കറക്റ്റാണ്. ഞാൻ അപ്പഴേ പറഞ്ഞില്ല ഇവന് കൊടുക്കുമ്പോൾ ഇവന് 1 കിലോ പഞ്ചസാര വേണം. അപ്പൊ അങ്ങനെ ഇവിടെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. റെഡി ആയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്നത് പോലെ വളരെ ഫണ്ണായിട്ട് മാത്രം ഇത് ഒരു ക്യാമറ വെച്ച് നമ്മളിത് റെക്കോർഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ പായസം നിങ്ങളൊക്കെ എങ്ങനെയാണോ പായസം ഉണ്ടാക്കുന്നത് എന്ന് പറയുക. നമ്മുടെ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള പായസം ഉണ്ടാക്കാൻ പഠിച്ച രീതി ഇതാണ്. ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്. ഓരോ നാടുകളിലും വ്യത്യസ്തമായിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. ഇപ്പം എന്താ പറയുക, നമ്മൾ കേരളം തന്നെ എടുത്തു കഴിഞ്ഞാൽ 14 തരത്തിൽ 14 ജില്ലകളിൽ 14 തരത്തിലായിട്ട് പായസം വെക്കും. അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ ആലപ്പുഴ ജില്ല തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും പായസം വെക്കുന്നത്. അത് എല്ലാ വിഭവങ്ങളും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഓണത്തിനോടനുബന്ധിച്ച് നമ്മളിങ്ങനെ ഒരു കാര്യം തുടങ്ങിയപ്പം ഐശ്വര്യമായിട്ട് സന്തോഷമായിട്ട് ഒരു മധുരം അല്ലേ, ഒരു മധുരം പങ്കിടാം എന്ന ചിന്തയോടുകൂടി നമ്മളൊരു പായസം വെച്ചത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ഓണത്തിന് നമ്മൾ പറഞ്ഞ ലോ പോയിന്റ് ഒക്കെ ഓർത്ത് വെച്ചോണം. നീ കൂട്ടത്തിൽ നീയൊക്കെ ഓർത്ത് വെച്ചോണം. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അതെ. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണാശംസകൾ.